ഉപകരണങ്ങളില്ലാത്ത കാരണത്താൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരിടുന്ന പ്രതിസന്ധി ഇന്നും ഇന്നലെയുമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. കുടിശ്ശിക നൽകാത്തത് കാരണം വിതരണക്കാർ ഉപകരണങ്ങൾ നൽകാത്തതും അത് ശസ്ത്രക്രിയകൾക്ക് പോലും പ്രതിസന്ധി ഉണ്ടാക്കുന്നതും പിന്നീട് ചർച്ചകൾ നടക്കുന്നതും താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നതുമൊക്കെ നാളുകളായി നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ഉപകരണങ്ങളില്ലാത്തതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന ഹൃദ്രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റി നടത്താൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. 19 മാസത്തെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത്. ആൻജിയോപ്ലാസ്റ്റി നടത്താനുള്ള ഉപകരണങ്ങളായ ബലൂണുകൾ, ഗൈഡ് വയറുകൾ തുടങ്ങിയവയുടെ വിതരണക്കാർ നിർത്തിയതോടെയാണ് ഈ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുമായി 158.68 കോടി രൂപ കുടിശ്ശികയുണ്ട് എന്നാണ് വിതരണക്കാരുടെ സംഘടന പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും. മറ്റ് ആശുപത്രികളിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിച്ച് ആൻജിയോപ്ലാസ്റ്റി നടത്തി താൽക്കാലിക ആശ്വാസം കണ്ടെത്താനാണ് നിലവിൽ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. വിതരണക്കാർക്ക് അടിയന്തരമായി 2 കോടി രൂപ കൈമാറി ഉപകരണ വിതരണം പുനഃസ്ഥാപിക്കാൻ മെഡിക്കൽ കോളേജ് ശ്രമിക്കുന്നുമുണ്ട്. ഒപ്പം കാരുണ്യ ഫണ്ടിൽ നിന്ന് എത്രയും വേഗത്തിൽ കുറച്ചു തുക കൈമാറാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്നാൽ 2 കോടി രൂപ നൽകുന്നതിലൂടെ പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്നാണ് വിതരണക്കാരുടെ സംഘടന പറയുന്നത്. മാർച്ച് മാസം വരെയുള്ള കുടിശ്ശിക ആഗസ്റ്റ് 31-നുള്ളിൽ തീർത്തില്ലെങ്കിൽ സെപ്റ്റംബർ 1 മുതൽ സംസ്ഥാനത്തൊട്ടാകെ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കാനാണ് വിതരണക്കാരുടെ തീരുമാനം. വിശദമായി തന്നെ പരിശോധിക്കാം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി നിർത്തിവെക്കേണ്ടിയിരിക്കുന്ന സാഹചര്യം നിലവിൽ താൽക്കാലികമായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിൽ തൽക്കാലത്തേക്ക് പുറത്തുനിന്ന് ഉപകരണങ്ങൾ ഇതിനു വേണ്ടിയുള്ള ബലൂണുകളും മറ്റുമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെ അടിയന്തരമായ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഹൃദയ ചികിത്സാ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഇതിനെ തുടർന്നാണ് അടിയന്തരമായി തന്നെ മറ്റു ആശുപത്രികളിൽ നിന്നും മറ്റുമൊക്കെ ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ട് ശസ്ത്രക്രിയ താൽക്കാലികമായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 2 കോടി രൂപ കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ നിന്നും മാറ്റി വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് തന്നെ വിതരണക്കാർക്ക് താൽക്കാലികമായി കൊടുക്കാൻ തീരുമാനിച്ചു. 2 തീരുമാനങ്ങളാണ് ഉണ്ടായത്. അതേസമയം ഇപ്പോഴും വിതരണക്കാർ, ഉപകരണ സെന്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിൽക്കുന്ന വിതരണക്കാരെ സംബന്ധിച്ചോളം അവരിപ്പോഴും തൃപ്തരല്ല. കാരണം 160 കോടി രൂപയാണ് സംസ്ഥാനത്തുടനീളമുള്ള മെഡിക്കൽ കോളേജുകളും ജില്ലാ ജനറൽ ആശുപത്രികളും ഈ വിതരണക്കാർക്ക് നൽകാനുള്ളത്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മാത്രം കണക്കെടുത്താൽ 35 കോടി രൂപയിലധികം നൽകാനുണ്ട്. അതിൽ പകുതിയെങ്കിലും, അതായത് മാർച്ച് മാസം വരെയുള്ള കുടിശ്ശികയെങ്കിലും നൽകാതെ വിതരണം നടത്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 1 മുതൽ പൂർണ്ണമായി തന്നെ ഉപകരണങ്ങളുടെ വിതരണം സംസ്ഥാനത്തുടനീളം നിർത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോഴുണ്ടായൊരു പ്രതിസന്ധിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന വിതരണക്കാർ ഉപകരണം നിർത്താൻ പോകുന്നു, ശസ്ത്രക്രിയ മുടങ്ങാൻ പോകുന്നു, നിരന്തരമായി നമ്മൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ മറ്റുമൊക്കെ നടക്കുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രികളെ സംബന്ധിച്ചോളം അവിടെ നിരന്തരമായി മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും അങ്ങനെ ചികിത്സ മറ്റും മുടങ്ങാതെ ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ ഇല്ല എന്നുള്ളത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം നമ്മളത് വീണ്ടും പലപ്പോഴും നമുക്ക് ചർച്ചയ്ക്ക് വരുന്നൊരു കാര്യമാണ്. അതായത് ആ അർത്ഥത്തിൽ ഡെഫിഷ്യൻസികൾ, കുറവുകൾ ആരോഗ്യ മേഖലയിൽ, ആശുപത്രികളിൽ അടിയന്തര സാമഗ്രികളുടെ കുറവ് പരിഹരിക്കാൻ വളരെ സമഗ്രമായി തന്നെ ഒരു സമീപനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, മൊത്തത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ പ്രശ്നം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുന്നത് അവരുടെ ചികിത്സാ നിരക്കുകളും മറ്റും കുത്തനെ ഉയർത്തുകയും ഒരു അസുഖം വന്നാൽ രോഗിക്ക് അവരുടെ ജീവിതം നിലനിർത്തേണ്ടി വരികയാണെങ്കിൽ അവരുടെ സാമ്പത്തികമായ ഭദ്രതയെ പൂർണ്ണമായി തകർക്കുന്ന അവസ്ഥയിലേക്ക്, വലിയ സാമ്പത്തിക ഭാരത്തിലേക്ക് കുടുംബം പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മലയാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മറികടക്കാൻ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ പൊതു ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളിലും മറ്റുമൊക്കെ ശാക്തീകരിക്കുക എന്ന് തന്നെയാണ്. അത് സർക്കാരിൻ്റെ നയമായി ഒരു വശത്ത് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ഈ വിതരണക്കാർക്കുള്ള മരുന്നുകളുടെയും അതോടൊപ്പം ഉപകരണങ്ങളുടെയും വിതരണക്കാർക്കുള്ള ഫണ്ട് നൽകാത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇപ്പോഴുണ്ടായ താൽക്കാലിക പരിഹാരം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. പകരം അവരുടെ ഫണ്ട് അവർ പറയുന്നതിൽ ഏതെങ്കിലും ഗഡുക്കളായിട്ടെങ്കിലും കുടിശ്ശിക നൽകിക്കൊണ്ട് ഈ ഉപകരണങ്ങളുടെ വിതരണം സുഗമമായി തന്നെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതിലൊരു പരിഹാരം, ശാശ്വത പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്.